നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൈക്കിനോടുള്ള അലർജി അത് തീർന്നു എന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും ഇല്ല, അതൊട്ടുമേ തീർന്നിട്ടില്ല. ഓരോ ദിവസം ചെല്ലും തോറും അത് കൂടിക്കൂടി വരികയല്ലാതെ കുറയുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ചെണ്ടമേളവും ആൾക്കാരുടെ ശ്രദ്ധയില്ലായ്മയും ഇത് രണ്ടും കണ്ടാൽ മുഖ്യൻ അങ്ങോട്ട് കലികേറും. ഉള്ളംകാലിൽ നിന്നും ഉച്ചന്തല വരെയാണ് ആ കലി കയറുക. പിന്നെ ആ കലി പ്രകടിപ്പിക്കാതെ മുഖ്യന് ഒരു സമാധാനവുമില്ല. ഇതെങ്ങനെ നവമാധ്യമങ്ങളിൽ കിടന്ന് ഓടിയാലും മുഖ്യന് ഒരു ചുക്കുമില്ല എന്ന മട്ടിലാണ് കഴിഞ്ഞ ദിവസ ദൃശ്യങ്ങളും പരസ്യമായത്. അധ്യാപക സംഘടനയായ KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസംഗത്തിനിടെ ചെണ്ടമേളം ഉയർന്നതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ചെണ്ട കൊട്ടിയവർക്കെതിരെ മുഖ്യമന്ത്രി പ്രസംഗത്തിനിടയിൽ രൂക്ഷമായ ഭാഷയിലാണ് പ്രകടനം നടത്തിയത്. പരസ്യമായി തന്നെ തന്റെ രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊട്ടാണോ ഇത്? പറയുന്നത് ശ്രദ്ധിക്കാൻ പാടില്ല എന്ന മട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചെണ്ട എടുത്ത് കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നായിരുന്നു പിണറായി മൈക്കിലൂടെ പരസ്യമായി ചോദിച്ചത്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെക്കുറിച്ചും നാടിന്റെ അവസ്ഥയെക്കുറിച്ചും ഗൗരവമായി സംസാരിക്കുമ്പോൾ ഇത് ശരിയായ കാര്യമല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗൗരവതരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തടസ്സമുണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി കർശനമായി തന്നെ പറയുകയാണ് ചെയ്തത്. എന്തായാലും ഇത് ശരിയാണ്. കാരണം മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതും ഇത്രയും നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായിട്ടുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രണ്ടു വാക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെ ശ്രദ്ധിച്ചില്ല എന്ന് വരുമ്പോൾ നാളെ നാട്ടിലിറങ്ങി രണ്ട് വർത്തമാനം പറയുമ്പോൾ നാട്ടുകാരെങ്ങനെയാണ് തങ്ങളോട് പെരുമാറുക എന്നുള്ള ഒരു ബോധ്യം പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ മിന്നി മറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ രൂക്ഷമായ ഭാഷയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞങ്ങ് വെച്ചത്. അതായത് ഗൗരവമായി സംസാരിക്കുമ്പോൾ ഇത് ശരിയായ കാര്യമല്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയാണ്. ഗൗരവതരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തടസ്സമുണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നത് ഒട്ടുമേ ശരിയല്ലെന്നും മുഖ്യമന്ത്രി കർശനമായി പറയുകയാണ് ചെയ്തത്. ചെന്നിത്തലയ്ക്ക് വിമർശനം. അതേസമയം ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്തു. പുസ്തകം നേരത്തെ അച്ചടിക്കുന്നത് ഈ തുഗ്ലക് പരിഷ്കാരം എന്ന ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമേറ്റത്. പുസ്തകം നേരത്തെ അടിച്ചിറക്കിയതിനെ വിമർശിച്ച മഹാന്റെ മന്ത്രിസഭയുടെ കാലത്ത് പാഠപുസ്തക ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകിയ കാര്യം ഓർക്കണമായിരുന്നു എന്നും പിണറായിയുടെ പരിഹാസമുണ്ടായിരുന്നു. ഗാന്ധിവധം കുട്ടികൾ പഠിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നയമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാന്ധിവധം കുട്ടികളിൽ നിന്നും മറച്ചു വെക്കുകയാണ്. ഗാന്ധിയെ വധിച്ചവരെ വീരപുരുഷന്മാരായി ചിത്രീകരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. എന്തായാലും മൈക്കിനോടുള്ള മുഖ്യന്റെ കലിപ്പ്, മൈക്കിനോടല്ല ശബ്ദത്തിനോടുള്ള മുഖ്യന്റെ കലിപ്പ് അത് ഒട്ടുമേ തീർന്നിട്ടില്ല.